ഹായ് ഹലോ നമസ്കാരം. ഇവിടെ ചൂടൊക്കെ കുറഞ്ഞ് ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഈ മാസം 23-ാം തീയതിയോടുകൂടി ഈ വർഷത്തെ കൊടും ചൂട് അവസാനിക്കുമെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത്. അപ്പോൾ ഏകദേശം വെളുപ്പിനെയൊക്കെ ഒരു ചെറിയ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് വെയിലുണ്ട്, എന്നാൽ പോലും അകത്ത് നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എണ്ണയൊക്കെ കട്ടയാവാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു തണുപ്പ് കാലം വന്നെത്തി. ഞാനിപ്പോൾ കുറച്ച് ചിക്കു ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ടാട്ടോ. ഞാൻ ഓൾറെഡി ചിക്കു ജ്യൂസ് അടിക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതടിച്ച് ഇനി ഇത്തിരി പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യത്തെ പഴംപൊരി സാധാ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വേറൊരു കുറച്ചെടുത്ത് ഞാനൊരു പ്രത്യേക ടൈപ്പിലുണ്ടാക്കിയിട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ബാറ്ററും പഴംപൊരിയൊക്കെ തന്നെ. എന്നിട്ട് മൈദയിൽ നമ്മൾ മുക്കിയിട്ട് കുറച്ച് കോൺഫ്ലെക്സ് പൊടിച്ചിട്ട് ആ കോൺഫ്ലെക്സിലും കൂടി ഇട്ടിട്ട് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്നിരിക്കും. വലിയ ടേസ്റ്റൊന്നും വ്യത്യാസമായിട്ട് പറയാനില്ല. പക്ഷേ ഈ കോൺഫ്ലെക്സിൽ മുക്കി നമ്മൾ പൊരിക്കുമ്പം നല്ല കറുമുറാന്നിരിക്കും കേട്ടോ. നല്ല രുചിയാട്ടോ, നല്ല രസമുണ്ട് കഴിക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല രസമുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക, പക്ഷേ ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മുടെ ജോലിന് പഴംപൊരിയൊക്കെ കൊടുത്തപ്പോൾ ജോലിതാ പഴം കൊണ്ട് കടിച്ച് ഷീപ്പെന്ന് അവൾ പറയുന്നത്, പക്ഷേ എനിക്കൊരു ലയൻ്റെയൊക്കെ ഒരു കട്ടാണ് തോന്നിയത്. അങ്ങനെ അവൾ തന്നെ സ്വന്തമായിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ. അമ്മ ഇത് കണ്ടോന്നും പറഞ്ഞ്. എന്നിട്ട് അത് ഓടുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. കുഞ്ഞു മനസ്സിൽ തോന്നിയതല്ലേ, നല്ല രസമുണ്ട്. അവൾ തന്നെ കടിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ, നല്ല രസമുണ്ട്. എന്തോ ഒരു ഷേപ്പുണ്ട് ഒരു മൃഗത്തിൻ്റെ. അതിനൊക്കെ ശേഷം ഞാനിത്തിരി ഉണക്കച്ചക്ക പുഴുങ്ങാമെന്ന് കരുതി. ഇത് ഫ്രണ്ട് തന്ന ഉണക്കച്ചക്കയാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചപ്പോഴത്തേക്ക് ഇതുപോലെ പൊങ്ങി വന്നു കേട്ടോ. ഇത് ചക്ക നല്ല വെയിലത്ത് വെച്ച് അരിഞ്ഞ് ഉണക്കി. എനിക്ക് ഉണങ്ങുന്ന കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എന്താണേലും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് പുഴുങ്ങുക. അപ്പോൾ ഈ 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്ത് കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഒഴിച്ച് ഒരു 3 വിസിൽ ഞാൻ അടുപ്പിച്ചു കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് അരപ്പിടാൻ വേണ്ടി നല്ല കാന്താരിയും തേങ്ങയും മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി, കുറച്ച് ജീരകം, ചെറിയ ജീരകം ഇത്രയിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞു പോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ അരപ്പും കൂടെ ഈ ചക്കയിലേക്ക് ഇട്ടു. അപ്പോഴത്തേക്കും കുക്കർ 3 വിസിലൊക്കെ അടിച്ച് ആവി പോയി വന്നു കേട്ടോ. എന്നിട്ട് ഈ തേങ്ങായും കൂടെ പിന്നെ ഒന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ ആവി കയറ്റി തേങ്ങായും കൂടെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നിറച്ച് കറിവേപ്പിലയിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. ഉണക്കച്ചക്കപ്പുഴുക്ക് റെഡി. ഉണക്കപ്പയൊക്കെ പോലെ തന്നെ നല്ല രുചിയാട്ടോ. പിന്നെ മീൻ ഓലക്കുടിയാട്ടോ. അപ്പോൾ ഈ മീൻ എന്തിനാണാവോ ഒരു കഷ്ണമാക്കിയാണ് നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ കണ്ടില്ല, കുറേ അങ്ങനെ ആവശ്യമില്ലാത്ത കഷ്ണങ്ങളൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിൽ വരുമല്ലേ, നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്നാണെങ്കിലും ഇനി ഇതൊക്കെ കഴുകി വാരി എടുത്ത് മീൻകറി സെറ്റ് ചെയ്യണം. മീൻകറി ഇപ്പോൾ രഞ്ജിത്ത് സെറ്റ് ചെയ്ത് തരും കേട്ടോ. എന്നും മീൻകറി രഞ്ജിത്താണ് വെക്കുന്നത്. അപ്പം ചില ദിവസം ഞാൻ വെക്കും കേട്ടോ. അങ്ങനെ മീൻകറിയെല്ലാം നല്ല പോലെ സെറ്റായി വന്നു. നല്ല അടിപൊളി മീൻകറി കേട്ടോ. ഈ മീൻ നല്ല മീനാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ കറി വെച്ചപ്പോൾ ഈ പേര് ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടപ്പോൾ ചോദിച്ചു. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയണേ. അങ്ങനെ ചക്കപ്പുഴുക്കും മീൻകറി കാന്താരി മുളക് ചമ്മന്തി ഒക്കെ റെഡിയായി. അപ്പോൾ ചക്കയൊക്കെ വെറുതെ കളഞ്ഞു പോവാതെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് ഉണക്കി വെച്ച് ഇങ്ങനെ പുഴുങ്ങി നോക്ക്, നല്ലതാണ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.